സക്സസ് അവസാനം നമ്മൾ നമ്മുടെ മലയാളി അംഗന്മാരെ എല്ലാം ഒരിക്കൽ ഇവിടെ കൊണ്ടെത്തിച്ചു. താങ്ക്സ്. ഇത് ഞാൻ മലയാള മംഗ കോമ്പറ്റീഷനിൽ നിന്നൊരു പാട്ട് കോമ്പറ്റീഷനിലോട്ട് പോകുന്നോ എന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്നു. എനിവേ എല്ലാം റെഡിയാണ്. സോ എനിബഡി ഹു വാണ്ട്സ് ടു മേക്ക് അപ്പ് ക്യാൻ മേക്ക് അപ്പ് നൗ. ജഡ്ജസ് ഓൾസോ റെഡി. ആൻഡ് കൂവുന്ന പിള്ളേർക്കും കൂവാം. പക്ഷത്തിൽ കൂവിയാൽ മൈക്കിൽ കൂടെ കേൾക്കാം. ഓക്കെ. പറയാമെന്ന് നമ്മളെല്ലാവരും അക്ഷമയോടെ കാത്തിരുന്ന ഈ അവസാന റൗണ്ടിലേക്ക് നമുക്ക് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാം. അപ്പം ജഡ്ജസ് എല്ലാം റെഡിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതായത് പെട്ടെന്ന് ഞാൻ ഓർത്തൊരു കാര്യമാണ്. പണ്ട് ഞാൻ പാഠപുസ്തകത്തിൽ പഠിച്ചിരുന്ന പണ്ടുള്ളവർ തരണി മണികളെ വർണ്ണിച്ചുകൊണ്ടിരുന്നത്
ഉടുരാജമുഖി, മൃഗരാജകടി, ഗജരാജ വിരാജിത മന്ദഗതി എന്നാണ്. അതിൽ പലർക്കും ഇവിടെ അർത്ഥം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് നക്ഷത്രങ്ങളുടെ രാജകുമാരിയെ പോലെ മുഖമുള്ളവളും, സിംഹത്തിന്റെ ഇടവശം പോലെ ഒതുങ്ങിയ ഇടവശമുള്ളവളും, മന്ദം മന്ദം നടന്നു നീങ്ങുന്ന ഒരു ഇരുവശങ്ങളിലേക്കും ചെരിഞ്ഞ് നടന്നു നീങ്ങുന്ന ആനയുടെ പദചലനമുള്ളവളുമാണ് സ്ത്രീ എന്നാണ് പഴയ കാലത്തുള്ളവർ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോഴത്തെ കാറ്റുവാക്കെന്ന് പറയും. പക്ഷേ ഇന്ന് അത് നോക്കുകയാണെങ്കിൽ ഈ വർണ്ണന നിയമങ്ങൾക്കെല്ലാം അതീതമാണ് ശാശ്വതമായ സ്ത്രീ ഭംഗി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്നത്തെ സ്ത്രീയുടെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ചിന്താശക്തിയും കർമ്മനിരതയുമാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പാർട്ടിസിപ്പൻസ് ഇവിടെ തരാൻ പോകുന്ന ഈ ചോദ്യോത്തര വേദിയിൽ ഇവിടെ തരാൻ പോകുന്ന ഓരോ ഉത്തരവും അവരുടെ മനസ്സിന്റെ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിന്റെ പ്രതിബിംബമാണ് എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ഈ ശാശ്വത സ്ത്രീ ഭംഗി ആസ്വദിക്കാനായി നിങ്ങളെ ഏവരെയും വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു. അമ്പട വീര, ഇത്രയ്ക്കും വിവരമുണ്ടായിരുന്നല്ലേ? ഇതൊക്കെ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഈ വർണ്ണന നിയമങ്ങൾക്ക് അതീതമാണ് ഒരു സ്ത്രീയുടെ ശാശ്വത ഭംഗി. അത് അവരുടെ ചിന്താശക്തിയിലും കർമ്മബോധത്തിലും അധിഷ്ഠിതമാണ് എന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഈ ചോദ്യോത്തര വേദിയിൽ ഇവർ തരുന്ന ഓരോ ഉത്തരവും അവരുടെ വ്യക്തിത്വത്തിന്റെ പ്രതിബിംബമാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളേവരും കാത്തിരുന്ന അവസാന റൗണ്ടിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് contestant number 2. Contestant number 2. Please come to the stage. Contestant number 2 to the stage, please. Please give her a big hand, please. നമ്മുടെ പാർട്ടിസിപ്പന്റ് റെഡിയാണ്. സോ മാർക്കറ്റ് കഴിഞ്ഞ് ഒരു മിനിറ്റ് ഓരോ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസ് എല്ലാവരും വന്ന് നിരനിരയായി നിൽക്കും. ഞങ്ങൾ ഓരോരുത്തരെയായിട്ട് വിളിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പാർട്ടിസിപ്പന്റ് നമ്പർ 3 പ്ലീസ്. പാർട്ടിസിപ്പന്റ് നമ്പർ 3 ടു ദ സ്റ്റേജ് പ്ലീസ്. അടുത്തതായി പാർട്ടിസിപ്പന്റ് നമ്പർ 4. പ്ലീസ് കം ടു ദ സ്റ്റേജ്. എല്ലാവരും ഉത്സാഹിച്ച് കൈയടിച്ചേ. എനിക്ക് വെച്ചുണ്ടല്ലേ? കഷ്ടപ്പെട്ട് ഒരുങ്ങിയൊക്കെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഉത്സാഹം എത്ര നേരം എടുത്തെന്നറിയാം അവിടെ ഒരുക്കിയെടുക്കാൻ.